രാജ്യത്തെ 90% ആളുകൾക്കുമായി 250 കോടിയിലധികം അക്കൗണ്ടുകളാണ് പല ബാങ്കുകളിലായി ഇന്ന് ഇന്ത്യയിലുള്ളത്. പല കാലഘട്ടങ്ങളിലായി നിർവചിച്ചു പോന്ന പലതുമാണ് പൊതുവെ ബാങ്ക് ഇടപാടുകാർക്കുള്ള അവകാശങ്ങളായി അതുവരെ ബാങ്കുകൾ അവതരിപ്പിച്ചു പോകുന്നത്. ഒരു വ്യക്തമായ രേഖ പുറത്തിറക്കണമെന്ന് 2015 ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ ബിസിനസ് വായ്പക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്നു എന്ന് തുടങ്ങി പലതരത്തിലുള്ള പരാതികൾ കേൾക്കാറുണ്ട്. എന്നാൽ ജാതി, മത, വർണ്ണ, വർഗ, ദേശ വ്യത്യാസമില്ലാതെ എല്ലാ ഇടപാടുകാർക്കും മാന്യമായ സേവനം നൽകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ബാങ്കുകൾ പ്രതിജ്ഞാബദ്ധരാണ്. 50 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ എടുക്കാൻ വന്ന ആളെ കൊണ്ട് പലിശ കുറവ് പോലുള്ള കാര്യങ്ങൾ കാണിച്ച് മോഹിപ്പിച്ച് 70 ലക്ഷം രൂപ ഒപ്പിക്കുക, 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമുള്ള ആളെ കൊണ്ട് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുപ്പിക്കുക തുടങ്ങിയതൊക്കെ ഈ അവകാശത്തിന്റെ ലംഘനമാണ്. ഭർത്താവിന്റെ അക്കൗണ്ട് ഇടപാട് വിവരങ്ങൾ ഭാര്യയോ മക്കളുടെ അക്കൗണ്ട് വിവരങ്ങൾ അച്ഛനോ അമ്മയോ ഒക്കെ ചോദിച്ചാൽ പോലും ബാങ്കുകാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ തുടങ്ങിയ ബന്ധത്തിൽപ്പെട്ടവർ പോലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി അഥവാ അന്യ വ്യക്തികൾക്കാണ്. നമസ്കാരം. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്ക് ഇടപാടുകാർക്കുള്ള 5 അവകാശങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരും ഇന്ന് കാണുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ സൂക്ഷിക്കാവുന്നതിലും അധികം പണം കയ്യിലുള്ളവർക്ക് മാത്രമായിരുന്നു പണ്ടൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല കാര്യം. ക്ഷേമ പെൻഷനുകളും മറ്റും അക്കൗണ്ട് വഴി നൽകാൻ തുടങ്ങിയതിനെ തുടർന്ന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ഇന്ന് അക്കൗണ്ടുകളുണ്ട്. കുട്ടികൾക്ക് പോലും ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. സ്കോളർഷിപ്പ് തുക സ്വീകരിക്കാനും മറ്റുമായിരുന്നു പണ്ടൊക്കെ കുട്ടികൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ. സാമ്പത്തിക ഇടപാടൊക്കെ UPI വഴി ആയതോടെ പോക്കറ്റ് മണി കിട്ടാനും വിഷുക്കൈ നീട്ടത്തിനുമൊക്കെ ബാങ്ക് അക്കൗണ്ട് കൂടിയേ തീരുമെന്നായി. പണക്കാർ, പാവപ്പെട്ടവർ എന്ന വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ രാജ്യത്തെ 90% ആളുകൾക്കുമായി 250 കോടിയിലധികം അക്കൗണ്ടുകളാണ് പല ബാങ്കുകളിലായി ഇന്ന് ഇന്ത്യയിലുള്ളത്. ഒന്നിലധികം സിം ഉള്ളതുപോലെ ഒന്നിലധികം അക്കൗണ്ടുകളുള്ള ആൾക്കാരും അനവധിയുണ്ട്. അതുകൊണ്ടാണ് ജനസംഖ്യയേക്കാളധികം ബാങ്ക് അക്കൗണ്ടുകളുള്ളത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ അക്കൗണ്ടുകളെക്കാളൊക്കെ പല മടങ്ങാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം എന്നുകൂടി പറയട്ടെ. ഇത്രയും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിട്ടും എന്തൊക്കെയാണ് ബാങ്ക് ഇടപാടുകാർക്കുള്ള അവകാശങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖ 2015 വരെ ആരും പുറത്തിറക്കിയിരുന്നില്ല. പല കാലഘട്ടങ്ങളിലായി നിർവചിച്ചു പോന്ന പലതുമാണ് പൊതുവെ ബാങ്ക് ഇടപാടുകാർക്കുള്ള അവകാശങ്ങളായി അതുവരെ ബാങ്കുകൾ അവതരിപ്പിച്ചു പോന്നിരുന്നത്. പക്ഷെ അതെല്ലാം ക്രോഡീകരിച്ച് ഒരു വ്യക്തമായ രേഖ പുറത്തിറക്കണമെന്ന് 2015 ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. അതേ വർഷം ജനുവരിയിൽ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മോഡൽ കസ്റ്റമർ റൈറ്റ്സ് പോളിസിയുടെ മാതൃകയിലാവണം പ്രസ്തുത രേഖയെന്നും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം 2015 എല്ലാ ബാങ്കുകളും ബാങ്ക് ഇടപാടുകാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പോളിസി പുറത്തിറക്കി. പ്രസ്തുത പോളിസി പ്രകാരം ബാങ്ക് ഇടപാടുകാർക്ക് പ്രധാനമായും 5 അവകാശങ്ങളാണുള്ളത്. അവ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് ബാങ്ക് ഇടപാടുകാർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ബാങ്ക് ശാഖ വഴിയോ ഓൺലൈനായോ മൊബൈൽ ബാങ്കിങ്ങിലൂടെയോ ഫോൺ കോൾ വഴിയോ പോസ്റ്റ് വഴിയോ നേരിട്ടോ ബാങ്കോ ബാങ്കിൻ്റെ ഏജന്റുമാരോ നൽകുന്ന സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നേടുന്ന എല്ലാവരും ബാങ്ക് ഇടപാടുകാരാണ്. അതായത് കേവലം അക്കൗണ്ട് ഉടമകൾ മാത്രമല്ല പോളിസിയുടെ പരിധിയിൽ വരുന്നത് എന്നർത്ഥം. അക്കൗണ്ട് ഇല്ലാത്തവരെയും പല ബാങ്കുകളും സമീപിക്കാറുണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോണുമൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് വരുന്ന കോളുകൾ അതിന് ഉദാഹരണമാണ്. ഇനി എന്തൊക്കെയാണ് റൈറ്റ് ടു പോളിസി പ്രകാരമുള്ള 5 അവകാശങ്ങൾ എന്ന് നോക്കാം. റൈറ്റ് ടു ഫെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ പരിഗണിക്കപ്പെടാനുള്ള അവകാശമാണ് ആദ്യത്തേത്. ബാങ്കുകൾക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു പരാതിയാണ് ജീവനക്കാർ മര്യാദ വിട്ട് പെരുമാറുന്നു എന്നുള്ളത്. ഡെപ്പോസിറ്റ് ഇടുന്ന ഇടപാടുകാർക്ക് നൽകുന്ന പരിഗണന ലോണിന് സമീപിക്കുന്നവർക്ക് കിട്ടുന്നില്ല, വിദ്യാഭ്യാസ ബിസിനസ് വായ്പക്കാരെ രണ്ടാം കിടക്കാരായി കാണുന്നു എന്ന് തുടങ്ങി
പലതരത്തിലുള്ള പരാതികൾ കേൾക്കാറുണ്ട്. എന്നാൽ ജാതി, മത, വർണ്ണ, വർഗ, ദേശ വ്യത്യാസമില്ലാതെ എല്ലാ ഇടപാടുകാർക്കും മാന്യമായ സേവനം നൽകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ബാങ്കുകൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബാങ്കുകൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അക്കൗണ്ട് ഉടമകളോടുള്ള പെരുമാറ്റത്തിൽ മാത്രമല്ല ബാങ്കുകൾ ഇക്കാര്യം ഉറപ്പുവരുത്തുന്നത്, മറിച്ച് സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരർ തുടങ്ങി സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് യോജിച്ച ഉൽപ്പന്നങ്ങളും സൗകര്യങ്ങളും ബാങ്കുകൾ ചെയ്ത് നൽകണം. ഉദാഹരണത്തിന്, മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും മറ്റും ലഭ്യമാക്കിയിട്ടുള്ള വാതിൽപ്പടി ബാങ്കിംഗ് സേവനമൊക്കെ ഇത്തരം സൗകര്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ മാന്യമായ സേവനവും മറ്റും ഉറപ്പുവരുത്തുമ്പോൾ തിരികെ ബാങ്കിനോടും മാന്യമായ ഇടപെടൽ ബാങ്ക് ഇടപാടുകാർ നൽകുമെന്ന് ബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. സേവനങ്ങളിലും മറ്റും പോരായ്മകൾ നേരിട്ടാൽ ബഹളം വയ്ക്കുകയോ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഇടപാടുകാർ ചെയ്യേണ്ടത്. റൈറ്റ് ടു ട്രാൻസ്പെറൻസി, ഫെയർ ആൻഡ് ഓണസ്റ്റ് ഡീലിംഗ്, ഇതാണ് രണ്ടാമത്തെ അവകാശം. അതായത് ഇടപാടുകളിലെ സുതാര്യതയും മാന്യതയും സത്യസന്ധതയും. ബാങ്ക് ഇടപാടുകാരുമായുള്ള എല്ലാ ഇടപാടിലും സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. സുതാര്യത മാത്രം പോരാ, സത്യസന്ധവുമായിരിക്കണം കാര്യങ്ങൾ. ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസ്കുകളും നൂലാമാലകളുമൊക്കെ ഇടപാടുകാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ബാങ്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇടപാടുകാരുടെ മാതൃഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നുമുണ്ട്. ലോണിൽ ഈടാക്കുന്ന പലിശ നിരക്ക്, തിരിച്ചടവിൽ വീഴ്ച വരുത്തി ഈടാക്കുന്ന ചാർജുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടപാടുകാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യം ചിന്തിച്ചാൽ ഈ അവകാശത്തിൻ്റെ പ്രാധാന്യം ബോധ്യമാവും. വായ്പാ തിരിച്ചടവിന് മോശം ഭാഷ ഉപയോഗിക്കുക, ബലം പ്രയോഗിക്കുക തുടങ്ങിയവ ഈ അവകാശപ്രകാരം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ ചാർജുകളിലും പലിശ നിരക്കിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ സമയാസമയങ്ങളിൽ ഇടപാടുകാരെ അറിയിക്കേണ്ട ബാങ്കിന്റെ ബാധ്യതയും ഈ അവകാശത്തിന് കീഴിലാണ് വരുന്നത്. റൈറ്റ് ടു സ്യൂട്ടബിലിറ്റി അഥവാ അനുയോജ്യമായ സേവനങ്ങൾക്കുള്ള അവകാശമാണ് മൂന്നാമത്തത്. ഇടപാടുകാർക്ക് അനുയോജ്യമായ സേവനമോ ഉൽപ്പന്നമോ മാത്രമേ നൽകാൻ പാടുള്ളൂ. അനുയോജ്യം എന്നതിന് ആവശ്യത്തിന് യോജിച്ച എന്ന അർത്ഥവും പറയാം. ബാങ്കിന്റെ സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായി ഏതെങ്കിലും ഉൽപ്പന്നം ഇടപാടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുപോലെ ഇടപാടുകാരുടെ ആവശ്യത്തിന് യോജിച്ച തരത്തിൽ മാത്രമുള്ള ഉൽപ്പന്നങ്ങളാവണം നൽകേണ്ടത്. 50 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ എടുക്കാൻ വന്ന ആളെ കൊണ്ട് പലിശ കുറവ് പോലുള്ള കാര്യങ്ങൾ കാണിച്ച് മോഹിപ്പിച്ച് 70 ലക്ഷം രൂപ എടുപ്പിക്കുക, 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആവശ്യമുള്ള ആളെ കൊണ്ട് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുപ്പിക്കുക തുടങ്ങിയതൊക്കെ ഈ അവകാശത്തിൻ്റെ ലംഘനമാണ്. റൈറ്റ് ടു പ്രൈവസി അഥവാ സ്വകാര്യതയ്ക്കുള്ള അവകാശമാണ് നാലാമത്തേത്. ഇടപാടുകാരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നത് ഈ അവകാശവുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. സ്വകാര്യത എന്ന് പറയുമ്പോൾ അക്കൗണ്ടിലെ ബാലൻസും ഇടപാടുകളും മാത്രമല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് അക്കൗണ്ട് ഉടമയുടെ വിലാസവും ഫോൺ നമ്പറും എല്ലാം പെടും. ഒരാൾ എന്ത് ലോൺ എടുത്തെന്നോ അതിലെ തിരിച്ചടവ് എങ്ങനെയെന്നോ അല്ലെങ്കിൽ ലോക്കറുള്ള ആളാണോ എന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ സ്വകാര്യതയുടെ പരിധിയിൽ വരുന്നു. ഭർത്താവിൻ്റെ അക്കൗണ്ട് ഇടപാട് വിവരങ്ങൾ ഭാര്യയോ മക്കളുടെ അക്കൗണ്ട് വിവരങ്ങൾ അച്ഛനോ അമ്മയോ ഒക്കെ ചോദിച്ചാൽ പോലും ബാങ്കുകാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ തുടങ്ങിയ ബന്ധത്തിൽപ്പെട്ടവർ പോലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി അഥവാ അന്യ വ്യക്തികൾ ആണ്. പക്ഷെ ഗാർഡിയന്റെ നിയന്ത്രണത്തിലുള്ള മൈനറുടെ അക്കൗണ്ട് വിവരങ്ങൾ രക്ഷകർത്താക്കൾക്ക് അറിയാൻ അവകാശമുണ്ട്. എന്നുവെച്ചാൽ മൈനറുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ അക്കൗണ്ടുകളിലുമൊക്കെ ഇത് തന്നെയാണുള്ള അവസ്ഥ. ഇടയ്ക്കിടെ വീട്ടുകാരുടെ അടുത്ത് നോക്കുമല്ലോ. ഇനി പോലീസോ കോടതിയോ നികുതി വകുപ്പോ പോലെയുള്ള സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ഇടപാട് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മറ്റും ഇടപാടുകാരുടെ അനുവാദമില്ലാതെ തന്നെ കൈമാറാൻ ബാങ്ക് ബാധ്യസ്ഥമാണ്. നോട്ട് ദ പോയിന്റ്, അനുവാദമില്ലാതെ തന്നെ. പരാതി പരിഹരിക്കുന്നതിനും നഷ്ടപരിഹാരം നേടുന്നതിനുമുള്ള അവകാശമാണ് അഞ്ചാമത്തേതും അവസാനത്തേതും, അതായത് റൈറ്റ് ടു ഗ്രീവൻസ് റിഡ്രസ് ആൻഡ് കോമ്പൻസേഷൻ. ബാങ്ക് നൽകുന്ന സേവനത്തിലോ
ഉൽപ്പന്നങ്ങളിലോ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ പരാതിപ്പെടാൻ, നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുമുള്ള ഇടപാടുകാരൻ്റെ അവകാശമാണ് ഇതുവഴി സംരക്ഷിക്കുന്നത്. പരാതി എങ്ങനെ നൽകണം, ബാങ്കിന് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് അടുത്ത വഴി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് JD ചാനലിൽ കഴിഞ്ഞ മാസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ്. ബാങ്ക് ഇടപാടുകാരുടെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചു കാണുമെന്ന് കരുതുന്നു. കസ്റ്റമർ റൈറ്റ്സ് പോളിസി പൂർണ്ണ രൂപത്തിൽ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ബാങ്കുകളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഓരോ അവകാശങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പോളിസിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത തവണ നിങ്ങളുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ബാങ്ക് ഇടപാടുകാർക്കുള്ള 5 അവകാശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളോടുള്ള അവരുടെ രീതിയൊക്കെ ഒന്ന് മാറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.